നമ്മളിനി എന്ത് ചെയ്യും മോളെ? ആ ഗൗരി നമ്മളെ തന്നെയാ ലക്ഷ്യം വെച്ചിരിക്കുന്നെ. അതെ അമ്മേ, ആലോചിച്ചിട്ട് തന്നെ പേടിയാവുന്നു. മനുഷ്യരാണെങ്കിൽ വല്ല ഗുണ്ടകളെ കൊണ്ട് കൊല്ലിക്കായിരുന്നു. ഇത് ഒരിക്കൽ ചത്തതല്ലേ. ഇനിയിപ്പോ എന്താ ഒരു വഴി? ഷോ, അമ്മ ഒന്ന് സമാധാനിക്ക്. എങ്ങനെ സമാധാനിക്കാനാ? നിനക്ക് പേടിക്കാനില്ല. നിന്റെ കയ്യില് മോതിരമുണ്ട്, എന്റെ കയ്യിൽ ഒരു കുന്തവും ഇല്ല. ഇതിപ്പോ എല്ലാവരോടുമുള്ള ദേഷ്യം അവൾ എന്റെ മേലിൽ തീർക്കുമെന്ന് എനിക്ക് തോന്നുന്നേ. മോതിരം കൊണ്ടൊന്നും വലിയ കാര്യമില്ല അമ്മേ. ഇപ്പൊ തന്നെ കണ്ടില്ലേ, മോതിരം ഉണ്ടായിട്ടും അടി കിട്ടിയത് എനിക്കല്ലേ. അത് ശരിയാ. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും മോളെ? അമ്മ പേടിക്കാതെ, നമുക്ക് എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാം. എന്തൊക്കെ പറഞ്ഞാലും അവളൊരു ആത്മാവല്ലേ. അതിന്റേതായ പരിമിതികള് ഗൗരിക്കുണ്ട്. അത് വേണം നമുക്ക് യൂസ് ചെയ്യാൻ. നീ വെറുതെ മണ്ടത്തരം പറയാതെ. നമ്മൾ ഈ സംസാരിക്കുന്ന പോലും അവൾക്കറിയാൻ പറ്റും. മനുഷ്യരാണെങ്കിൽ കഥകടച്ചിട്ടാ കേക്കില്ല എന്ന് പറയാം. ഇതങ്ങനെയല്ല, കൈവിട്ട കളിയാ. അതൊന്നും അല്ലമ്മേ. ഇങ്ങനെയും നമുക്ക് അവളെ തളയ്ക്കണം. അതോടെ ഗൗരി എന്ന ശല്യം എന്നേക്കുമായി ഇല്ലാതാവും. ഉം. ഈ പറച്ചില് തുടങ്ങിയിട്ട് നാള് കുറയായി. പക്ഷെ പണി കിട്ടുന്നത് മുഴുവൻ നമുക്കാ. അമ്മ ഇങ്ങനെ നിരാശയാവാതെ. ഗുരുവമ്മ വരാന്ന് പറഞ്ഞിട്ടില്ലേ? ഗൗരിയുടെ കാര്യത്തിൽ വേണ്ടത് ഗുരുവമ്മ തന്നെ നമുക്ക് ചെയ്തു തരും. അമാവാസിയായിരുന്നെങ്കിൽ ഗുരുവമ്മ വന്നേനെ. എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട്. ഗൗരിയുടെ സമയം അടുത്തു കഴിഞ്ഞു. പിന്നെ അവള് ശരീരം വിട്ടു പോയതുപോലെ ഈ ഭൂമിയിൽ നിന്ന് അവളുടെ ആത്മാവും യാത്രയാവും. നമുക്ക് കുറച്ചു സമയം കളിക്കാം. ഇപ്പൊ ഗംഗ എന്റെ കൂടെ കളിക്കാറേ ഇല്ലല്ലോ. അതെനിക്ക് ഒരുപാട് ജോലി ഉള്ളതുകൊണ്ടല്ലേ. ഇപ്പൊ ഗംഗ ജോലി ഒന്നും ചെയ്യണ്ട. ഇപ്പൊ പറ്റില്ല. നാളെ ഞാനിന്ന് തറവാട്ടിലേക്ക് പോവാം, മുത്തശ്ശിയെ കാണാൻ. വേണ്ട, ഗംഗ ഒരിടത്തേക്കും പോണ്ട. അയ്യോ പോണം മോളെ, മുത്തശ്ശിക്ക് സുഖമില്ല. മുത്തശ്ശിയെ കാണാനാ ഞാൻ പോകുന്നത്. ആണോ? ഇനി ഞാനും വരും ഗംഗയുടെ കൂടെ. അത് വേണ്ട, ഞാൻ പോയിട്ട് വേഗം തിരിച്ചു വരാം. മോള് നല്ല കുട്ടിയായിട്ട് ഇവിടെ ഇരിക്കണം. ഇല്ല, ഞാനും വരും. ഗംഗയ്ക്ക് എന്താ എന്നെയും കൂടി കൊണ്ടുപോയാല്? അത് ശരിയാവില്ല മാളു. ബസ്സിൽ വേണം പോവാൻ. ഒരുപാട് സമയം ബസ്സിലിരിക്കണം. മാളുവിന് അതൊന്നും ശീലമില്ലാത്തല്ലേ. ഷോ, ആ അതിനൊരു വഴിയുണ്ട്. നമുക്ക് ബസ്സിൽ പോണ്ട, മഹിയോട് കൊണ്ടുപോകാൻ പറയാം. അയ്യോ അതൊന്നും വേണ്ട, അതൊക്കെ മഹേട്ടിന് ബുദ്ധിമുട്ടാവും. അല്ലെങ്കിൽ തന്നെ മഹേട്ടിന് ഓഫീസിൽ ഒരുപാട് ജോലികൾ ഉള്ളതാ. എന്ത് ജോലി ഉണ്ടെങ്കിലും ഞാൻ പറഞ്ഞ മഹി വരും. ഗംഗ നോക്കിക്കോ.